തൃശ്ശൂർ ജില്ലയുടെ സ്വന്തം കൊടകരയ്ക്കടുത്ത്, തിട്ടം പറഞ്ഞാൽ കൊടകരയിൽ നിന്നും വെള്ളിക്കുളങ്ങര റൂട്ടിൽ വെറും 8 കിലോമീറ്റർ അകലെ, എൻ്റെ നാടായ മൂന്നുപിടിയിൽ നിന്നും മൂന്നുമുറിയിലേക്ക്, മൂന്നുപിടിയിൽ നിന്നും മൂന്നുമുറിയിലേക്ക് 30 കിലോമീറ്റർ ദൂരമാണ്. മൂന്നുമുറിയിൽ നിന്ന് തിരിഞ്ഞ് ചരിത്രത്തിൽ വരെ ഇടം പിടിച്ച കുഞ്ഞാലി മരക്കാർ വരെ ഒളിത്താവളമാക്കിയിരുന്ന കുഞ്ഞാലിപ്പാറ, അതിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം, ആരുമില്ലാത്ത ആ പ്രദേശത്തേക്ക് ചങ്ങായിയും കൂട്ടൊരു സർക്കിട്ട് കയറിപ്പോയ ചങ്ങായിമാരെ നമ്മുടെ കുഞ്ഞാലിപ്പാറയിലേക്ക്. എനിക്ക് ചുറ്റുള്ള സീനറി കണ്ട എന്തൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു പാറയുടെ മേലിലാണ്. ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടകര കോടാലിക്കടുത്ത് കുഞ്ഞാലിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് മെയിൻ റോട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറി നിന്നിട്ടുള്ളൊരു ഒറ്റപ്പെട്ടൊരു മല. അത് നടന്ന് കയറാനും വെറുതെ ഒരു രസത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഞ്ജന, ഇത് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മഴയൊക്കെ ഇങ്ങനെ തോർന്നിങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് സൺറൈസൊക്കെ കാണാം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. ഗൂഗിൾ മാപ്പ് വന്നപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറമാണ് ഗൂഗിൾ മാപ്പ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് ഇട്ടോളൂ. കാരണം ഇത്തിരി വളഞ്ഞും പിടിച്ചും വരാനുണ്ട്, ആൾക്കാരുടെ അടുത്ത് വഴി ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഏത് നേരത്തും വരാം, ഇവിടുത്തെ ലോക്കൽസ് മാത്രമേ ഇവിടെ ഇങ്ങോട്ട് വരുള്ളൂ. ഇങ്ങനെ വലിയൊരു ഡെസ്റ്റിനേഷനൊന്നും ആയിട്ട് അല്ല, ലോക്കൽസ് മാത്രം വന്ന് ഒരു സ്മോൾ അടിക്കാനൊക്കെ വരുന്ന ടീംസിന്, പിന്നെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് പാറയമലൊക്കെ നല്ല രീതിക്ക് വഴുക്കലുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കണേ. ഇതിൻ്റെ ഭാഗത്ത് എവിടെയോ ഒരു ക്രഷറുണ്ട്, കാരണം പൊട്ടണ ഒച്ചയൊക്കെ ഉണ്ട്, പാറ പൊട്ടിക്കണ ഒച്ച. പിന്നെ വരുന്ന വഴിക്ക് ടിപ്പറുകളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യണുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മേൽഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണാൻ കോട ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കണം. ഇതിങ്ങനെ വ്യൂ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങോട്ട് നടക്കാം. ഇതാ കെട്ടിടമൊക്കെ കാണുന്നതാണ്, ഗോറിയാന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കല്ലേ, വഴിയല്ലേ കാണുന്നത്. അതൊന്നിട്ട് അമ്പലമാണോ അതാണ്? ഇവിടെ വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളത് ഇപ്പോൾ ഈ സ്ഥലത്ത്. ഗ്വാറിയാണ് ആ കാണുന്നത്, ക്രഷർ എന്ന സ്ഥലം. ഇതിൻ്റെ ചരിത്രം അറിയോ നിനക്ക്? പാറയുടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ, അതായത് കുഞ്ഞാലി മരക്കാരൻ്റെ ഒക്കെ കാലത്ത് പോർച്ചുഗീസുകാരുണ്ടായിരുന്ന സ്ഥലത്ത് ഈ നാടിനും ഈ പാറയ്ക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഒളിവിലായിരുന്ന കുഞ്ഞാലി പല നാടുകളിൽ സഞ്ചരിത്ത് പല കാടുകൾ. അന്ന് ഈ സ്ഥലത്തൊക്കെ ഇതൊരു ഡീപ്പ് ഫോറസ്റ്റ് ആയിരുന്നു ഈ സ്ഥലമൊക്കെ. ഇപ്പോഴും കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി ഭാഗങ്ങളൊക്കെ റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്, നാടായി ഇപ്പോൾ വീടുകളൊക്കെ വന്നിട്ട്. അപ്പോൾ അന്ന് കാലത്ത് ഈ പാറയുടെ മേലിലൊക്കെയാണ് അവർ ഒളിവിൽ തമ്പടിച്ചിരുന്നത്. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ. എൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. എൻ്റെ വീടിനോട് ചേർന്നിട്ട് ഒരു റോഡുണ്ട്, ആ റോഡിന് ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് പേര്. അതെന്താ കാലം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് യുദ്ധങ്ങളിൽ ആ വഴികളിൽ കൂടെ ഒക്കെ യുദ്ധം നയിച്ചിരുന്നു, പട നയിച്ചിരുന്നു, യുദ്ധം ഉണ്ടായിരുന്നു. അയാൾ കുതിരപ്പുറത്തൊക്കെ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ പേരിന് പഞ്ചായത്ത് വരെ പേരിട്ടിട്ടുള്ളത് അത് ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ്. ഈ പാറന് ഇന്നും അറിയുന്നത് ഇത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കുഞ്ഞാലിപ്പാറ എന്നാണ്. ഇപ്പോൾ ഇവിടെ പല ഭാഗങ്ങളിലും അവർ വെടിയുണ്ടകൾ വന്നിരുന്നതും, പിന്നെ അവർ എന്താ പറയുക, ആ സമയത്ത് ട്രെയിനിങ്ങിനൊക്കെ എന്താ പറയുക, നല്ലടാ അവരോട് ചോദിക്കും. അവരത് ചെയ്തിരുന്ന സ്ഥലം, ഓരോ മാർഷൽ ആർട്സ് ഉണ്ടല്ലോ അതായത് അത് ചെയ്തിരുന്നതൊക്കെ ഇവിടെ സ്ഥലങ്ങൾ, അതങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കുഞ്ഞാലിപ്പാറ എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ പരിസരത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ. ഇങ്ങനൊരു സ്ഥലമുള്ളത് അധികാർക്കും അങ്ങനെ വല്ലാണ്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിസ്സാര ആൾക്കാർക്കും പിന്നെ ഈ പരിസരത്തുള്ളവർക്കൊക്കെ അറിയപ്പെടുന്നുള്ളൂ. ഞാനും ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് ഈ നേരമായിട്ട് മഴ വരും എന്ന് പ്രതീക്ഷിച്ച് വണ്ടിയിൽ കോട്ടുണ്ട്, കുടയൊക്കെ ആയിട്ട് വന്ന് മഴ പെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും എന്നുള്ള കഥ അറിയില്ല. നിൽക്കാൻ പറ്റുമോ, എവിടെയും കയറി നിൽക്കാനുള്ള ഒരു ഇത് കണ്ടില്ല. അല്ലേ ആരും വന്നിട്ടില്ല ഈ നേരമായിട്ട്. ഫുള്ള് മരങ്ങളും ഈ വ്യൂ ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ നേരമായിട്ട് മഴ കണ്ടിട്ടില്ല. കുറച്ച് നേരം കൂടിയും ഇവിടെ നിന്നിട്ട് സൂര്യോദയം കാണാൻ സാധ്യതയില്ല. കാരണം അത്രയും മഴക്കാറും കോടയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, തെളിഞ്ഞ് കാണില്ല. ഇവിടുന്ന് പതുക്കെ ഒന്ന് ഇറങ്ങണം. ഇവിടെ തൊട്ട് തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊന്ന് അന്വേഷിച്ച് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇത് കുഞ്ഞാലിപ്പഴം എനിക്കറിയില്ല. ഇവിടെ അവിടെ ഒരു വെള്ളം ചാടുന്നൊരു ഒച്ചയൊക്കെ ഉണ്ട്. ചുറ്റും കുറച്ച് വീടുകൾ, പിന്നെ ഒഴിഞ്ഞിങ്ങനെ പാറ. ഇത് മേലൊരു കെട്ടിടം നോക്കി, ഇവിടെ മൂന്നിലും. നീ പോയിട്ട് പൊട്ടിച്ചെടുത്തതല്ലേ? ഇപ്പില്ല, ഇപ്പം ഇതവിടെ പൊട്ടിക്കലില്ല. ഗോറിയാണത്. അത് പൊട്ടിച്ച് അവിടെ ഒരു ഭാഗങ്ങളിൽ കുഴി അയക്കണ അവിടെ നിന്ന് തുറന്നെടുത്തുണ്ട് പാറ. കുഞ്ഞാലി മരക്കാറിൻ്റെ അസിംഗിൾ വീടിനോട് അധികം ദൂരമില്ലാത്ത സ്ഥലമാണെങ്കിൽ കൂടി ഞാനിങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരാൻ, മനസ്സിന് സന്തോഷമാണ്, ഒരു വ്യായാമമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ വ്യൂ പോയിൻറ്റിനൊക്കെ പുറമേ ഇത് ഒറ്റപ്പെട്ടൊരു മലയാണെങ്കിൽ കൂടി ഇവിടെ മൃഗങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ബേഡ്സ് ഉണ്ടാവും, കുരങ്ങുണ്ടെങ്കിൽ ഉണ്ടായി, പിന്നെ മയിലിൻ്റെ ഒച്ച എവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്, എവിടെ നിന്ന് കാണുന്നില്ല. പിന്നെ വേറെ കുഞ്ഞു കുറേ ബേഡ്സ്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇഷ്ടംപോലെ വേസ്റ്റുകളുണ്ട് ഇവിടെ. കുറേ കുപ്പിയും ചീറ്റോസും ചിപ്സിൻ്റെ ഒക്കെ കവറ് അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ മടിയായിട്ടാണ് അത് എവിടെയും കൊണ്ട് ഡംപ് ചെയ്യാൻ. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണമല്ല, താഴെ കൊണ്ടുപോകാനല്ലേ. നമ്മളെ വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്തേ, ബാക്കിയുള്ളവരെ നമ്മൾ ഇടപെടണ്ട. നമ്മളെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സ്ഥലം നന്നാവും. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് മരിച്ച് മണ്ണായി പോകും. അടുത്ത തലമുറ വരും. ഇപ്പോൾ കുഞ്ഞാലി മരക്കാരൊക്കെ അന്ന് ഈ സ്ഥലം നശിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് നമ്മളിത് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് ഉണ്ടാവില്ല. അവിടെ കണ്ട നേരത്തെ ചോദിച്ചില്ലേ, എം സാൻഡുകൾ ഇട്ടേക്കണം അവിടെ ആ കുന്ന്, ഇതിന്ന് ചെയ്തിട്ടുള്ളതാണ്. മെറ്റലും ബേബി മെറ്റലാക്കും. പിന്നെ വേറെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഗോറി വേസ്റ്റ്. ഇതിനൊന്നും പറ്റാത്ത സാധനം ഗോറി വേസ്റ്റ് വെക്കും. ഭയങ്കര ബിസിനസ്സാണ്. പക്ഷെ ചെയ്യണോണ്ടുള്ള ദോഷം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ പാറ അതൊക്കെ നീണ്ട വർഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാറയില്ലാണ്ടായി പോകും. അതാണ് ദോഷം. പക്ഷെ ഇതില്ലാണ്ട് പറ്റൂല, കൺസ്ട്രക്ഷൻ നടത്തണ്ടേ. അങ്ങനെ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തിട്ട് നല്ല രീതിക്ക് വഴുക്കലുണ്ട്. വരുന്നവർ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുന്നതായിരിക്കില്ല, പക്ഷെ നമുക്കൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രമായിരിക്കില്ല ദോഷം ചെയ്യുക. പോലീസുകാർ ഇടപെട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ആരെയും കടത്താത്തൊരു വിധാക്കും. ആരോട്ട് ചെല്ലൊക്കെ സംഭവിച്ചാൽ അതാണ്. മൂന്ന് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, കാടിൻ്റെ ഉള്ളിൽ. ഇവിടെ അങ്ങനെ പെടാനുള്ള സാധ്യതയില്ല, പക്ഷെ വീണ് കയ്യോ കാലോ മുറിയാനുള്ള സാധ്യതകളുണ്ട്. അതിലും വലിയ അപകടം വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ കണ്ടുവരിക. അപ്പോൾ ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോവാം. വരുന്ന വഴി ഒന്നുകൂടി ക്ലിയറായി കാണിച്ചു തരാം. ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ലേശം ഒന്ന് ഇടങ്ങറായി. അപ്പോൾ അത് മറ്റൊരാൾക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ മാപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ ലൊക്കേഷൻ കറക്റ്റാണ്. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്നെത്തും. അതിൻ്റെ തൊട്ട് പിന്നിലാണ്. വീടിൻ്റെ പിന്നിൽ തന്നെ കാണാം. വലിയ ഉയരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് കടന്നുണ്ടെങ്കിൽ നമ്മൾ മേലെത്തും. 10 മിനിറ്റ് മാക്സിമമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതൊക്കെയാണ് ശ്രദ്ധിച്ചാണ് വന്നത്. വേനൽക്കാലത്തിന് വേണ്ടി സുഖമായിട്ട് നമുക്ക് വേഗം ഓടി കയറി വരാം. തൊട്ട് താഴെ എത്തി. ഇതാണ് ആ വീട്. റോട്ടിൽ നിന്ന് തന്നെ കാണാം. ഒരു ചെറിയൊരു ഓടും വരെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കാണുന്നുണ്ട. റോട്ടിൽ നിന്ന് തന്നെ കാണാം. അത്രയ്ക്കും വലിയ പ്രയാസമൊന്നുമില്ല കണ്ടെത്താനായിട്ട്. അറിഞ്ഞാൽ മതി. ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പിന്നെ ഇങ്ങോട്ട് എത്താം. ഇവിടം വരെ വന്നിട്ട് ടാറിങ് റോഡ് അവസാനിക്കും. ഇതാണ് ആ വീട്, കുഞ്ഞു വീട്.
വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്തേക്ക് പോകുന്ന വഴിയൊക്കെ നോക്കി. വഴുക്കലുണ്ട് വഴിയിൽ. ഇത് വെള്ളം ചാടുന്ന ഒരു പോകാനൊരു വഴിയാണ്, ചെറിയ വഴി. എന്നല്ല നിന്നെ കാണണ്ട കാണാനുണ്ടെന്ന് പക്ഷേ നമുക്ക് ദോച്ചാൽ വയ്ക്കാം. ഒച്ച വരുന്നുണ്ട്. റോട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് തയ്ച്ചടക്കാനുള്ളൂ അല്ലേ. തൊട്ടടുത്തെത്തിയപ്പോൾ ചീവിടിൻ്റെ ശബ്ദങ്ങൾ കൂടി ഭയങ്കര ശബ്ദം. അതിൽ കൂടെ വെള്ളച്ചാട്ടം. ഏതാ റേഞ്ച് അടിപൊളി ചീവിടുകൾ ഇങ്ങനെ അറിയണം. പോകുന്ന വഴി നോക്കിയേ. ഇത് കാര്യം ഇങ്ങനെ പോകാറില്ല ചേട്ടാ. അധികാരം പോകാറുള്ളതിൻ്റെ നല്ല കാര്യം എന്താണെന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വൃത്തിയാക്കാൻ ആൾക്കാരുണ്ടാവില്ല. വേസ്റ്റുകളൊന്നുമില്ല. നമുക്ക് ഈ വരേണ്ട ഒരു തടസ്സം മാത്രം നോക്കിയാൽ ഒരു സംഭവം അടിപൊളി. ഇതെന്തിൻ്റെ കാൽപ്പാട് നല്ലൊരു കാൽപ്പാട് മാത്രം. വെള്ളത്തിന് നല്ല തണവാട്ടാ. എൻ്റെ അമ്മ പക്ക ലോക്കലൈറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പം ഇങ്ങോട്ട് എത്താൻ പറ്റൂല. സ്ഥലമെത്തി. ഈ പാറയമ്മ കിടന്ന് തല്ലൊന്ന് ഒച്ചണ അവിടെ അമ്മ കേട്ടിരുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. വൻ വൈപ്പ് സ്ഥലമൊന്നുമില്ല, ഒരു ചെറിയ സ്ഥലം, എന്നാലും ഒരു രസമുണ്ട്. ഈ ഒരു കാലാവസ്ഥയിലെ വെള്ളം അതൊരു സംഭവം. മേലെ നിന്നൊക്കെ കുത്തി വീഴുന്നുണ്ട് കേട്ടോ. ഇത് നടക്കാണ്ട് നേരം നടന്ന പോലെയല്ല, ടാസ്ക് മാറി. പാറകളുടെ അവിടെ ഒരു വെള്ളം ഇങ്ങനെ കാണുന്നുണ്ടോ? അതൊരു നല്ല വീട്ടിൽ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മുരുക്കുകൾ വരുന്ന ഇങ്ങനെ പതുക്കെ നടന്നു വരുന്ന വഴിയിൽ. അപ്പോൾ വളരെ പതുക്കെ വളരെ ശ്രദ്ധിച്ച്, കാരണം ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോലും ഇവിടെ ഒരാളില്ല. അപ്പോൾ അത്രയും കെയർ ചെയ്തൊക്കെ മനസ്സിൽ വെച്ച് എങ്ങനെ പതുക്കെ ശ്രദ്ധിച്ച് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോവാം. കാരണം ചെറിയൊരു വീഴ്ച മതി വലിയൊരു അപകടമാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പണി മേടിക്കാനല്ലല്ലോ, നമ്മളൊന്ന് ആനന്ദിക്കാനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വൻ ബാഡായി പോകും. അതാണ് നല്ലൊരു സ്ഥലമാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. ഇതാണ് ഇവിടുത്തെ വൈബ്. വെള്ളം മഴക്കാലത്ത് ഇവിടെ പൊളിയായിരിക്കും, വേനൽക്കാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഇങ്ങോട്ട് ട്രക്കിങ്ങിന് ആൾക്കാർ വരാറുണ്ട് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സ്ഥലം? ഇവിടെ കയറിയ പോലെ ആയിരിക്കില്ല ഇറങ്ങാൻ, കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇനി ഇറങ്ങേണ്ട പരിപാടിയൊക്കെ. കാരണം വെച്ചാൽ ഭാഗ്യമുണ്ട്, ഈ നേരമായിട്ട് മഴ കിട്ടിയില്ല. മഴ ഇരുന്നെങ്കിൽ ആകെ ചടത്തേനെ. മഴ വരുന്നതിന് മുമ്പ് അതൊക്കെ ഇറങ്ങി സ്ഥലം വിടണം. ഒരു സാധാരണമായൊരു സ്ഥലം വെറുതെ ഒന്ന് റൈഡ് പോയിട്ട് വരാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങോട്ട് എത്തിയതാണ്. ഇവിടെ എത്തിയപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു കേട്ടോ. ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാത്തവരൊക്കെ ഈ സീസണിൽ തന്നെ ഒന്ന് ഇങ്ങോട്ട് വന്നോളോ. ഇതൊരു നല്ലൊരു രസമുള്ളൊരു സ്ഥലം. അതായത് ചെറിയൊരു വെള്ളച്ചാട്ടം, കുളിക്കണം എന്നുള്ളവർക്ക് കുളിക്കാം. പിന്നെ അതുപോലെ ട്രക്കിങ്, സൺറൈസ് ഇതൊക്കെ കൂടി കാണാം. പിന്നെ നടന്നു വരുന്ന വഴിയൊക്കെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരാം. പാമ്പുണ്ടാവും. വേറെ പിന്നെ തേരട്ടയാണ് കണ്ടത്. കുരങ്ങനെ വരുന്ന വഴിക്ക് കണ്ടു. വേറെ ഒന്നിനെ കണ്ടില്ല, മൃഗങ്ങളൊന്നിനെ കണ്ടില്ല. മയിൽ കിടന്ന് കരയണ കേട്ടു. എവിടെ? പാറയുടെ മേലെ കയറിയപ്പോൾ, കുഞ്ഞാലിപ്പാറയുടെ. ഇങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ ഒന്നും കൂടി ക്ലിയറാക്കി പറഞ്ഞുതരാം. കുഞ്ഞാലിപ്പാറ ഭഗവതി ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വീടുണ്ട്. ആ വീടിൻ്റെ നേരെ പിന്നിലായിട്ട് ഒച്ച കേൾക്കാം. ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു വഴിയുണ്ട്. നടന്ന വഴിയില്ല, വഴിക്കിയ വഴി. ആ വഴി കൂടെ ഒരു 10 മിനിറ്റ് നടക്കുമ്പോൾ ഈ സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെ പാറയമ്മ പൊത്തിപ്പിടിച്ച് കയറാം. അങ്ങനെയാണ് അതിൻ്റെ മേലേക്ക് എത്താം. നല്ലൊരു വൈബ്, നല്ലൊരു റെജുവിനേറ്റിംഗ് സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ കുറേ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്കറിയുന്നിടങ്ങളിലൊക്കെ നമുക്ക് സഞ്ചരിച്ച് വീഡിയോയിലൂടെ നമുക്ക് സഞ്ചരിക്കാം വെർച്വലി. അപ്പോൾ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇനി കാണാം. ചാനലിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ. വേറെ ഒന്നുമില്ല പറയാൻ പ്രത്യേകിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് ആ വീട്. അതിനെ ചേർന്ന ഒരു കുഞ്ഞു വഴിയാണ്ട. ഈ കുഞ്ഞാലിപ്പാറ ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒരു പാലമുണ്ട്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ ഇനി കുഞ്ഞാലിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കവാടം. നമ്മൾ വണ്ടി വെച്ച് കൊടുത്തുന്ന ഒരു 10 അടി അങ്ങോട്ട് നടക്കാനുള്ളത്. ഇവിടെ നിന്ന് അതാണ് ഈ വീട്. ഇതാ ഓടിയിട്ടുള്ള വീട്. അതിനോട് ചേർന്ന് ഇവിടെ നിന്ന് ഒച്ച കേൾക്കാം.
ആ വീടിനോട് ചേർന്നൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ആൾക്കാരെടുത്ത് ചോദിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഇതിൻ്റെ പിന്നിലാണ് കേട്ടോ കുഞ്ഞാലിപ്പാറ. നമുക്ക് കയറിയ വഴി ഇതല്ല, അത് എൻട്രി പോയിന്റ് ഇതല്ല. ഇതൊരു കണ്ട എഴുതി വെച്ചിരിക്കണം, ഇത് പൊതുവഴിയല്ല എന്ന്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുക. ഇങ്ങനെയും കിടക്കാം, പക്ഷെ വഴി ബ്ലോക്കാണ്. നമ്മൾ കടന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനോട് ചേർന്ന് ഈ കനാലിനോട് പാരലായിട്ട് ഒരു ടാറിങ് റോഡ് ഉണ്ട്. ഇങ്ങനെ ഒരു കിലോമീറ്റർ തയ്ച്ച് പോകുമ്പോഴാണ് ആ വീട്. അതിലേ വേണം പോകാൻ. നമ്മളുടെ ഇട്ട ലൊക്കേഷൻ കറക്റ്റ് അവിടേക്കാണ്. ഇതല്ല കേട്ടോ, ഇത് നമുക്ക് ഇവിടം വരെ നമ്മൾ എത്തുള്ളൂ.